സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. അവസാന നിമിഷ സസ്പെൻസ് ത്രില്ലറിൽ പലരും പത്രിക പിൻവലിച്ചെങ്കിലും മുന്നണികളുടെ വിമത ഭീഷണി ഒഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് CPM-നും UDF-നും 5 വീതം വിമത സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. കൊച്ചിയിൽ 12 ഇടത്താണ് UDF-ന് വിമത ഭീഷണിയുള്ളത്. തൃശൂരിൽ 3 മുന്നണികൾക്കുമായി 11 വിമതരാണുള്ളത്. കണ്ണൂരിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾക്കും വിമത ഭീഷണിയുണ്ട്. വയനാട്ടിൽ ജംഷീർ പള്ളിവയൽ പിൻവാങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് UDF ഉള്ളത്. മലപ്പുറം പള്ളിക്കലിൽ UDF-ന് ഭീഷണിയായിരുന്ന 9-ൽ 7 UDF വിമതർ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ CPI സീറ്റിൽ CPM നേതാക്കൾ മത്സരിക്കും. കട്ടപ്പനയിൽ 4 കോൺഗ്രസ് വിമതർ മത്സരിക്കും. സമഗ്രമായ വിശദാംശങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലം, ഒപ്പം തന്നെ സുനിൽ, ഐസക്, ഷുക്കൂർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം അസ്ലമിലേക്കാണ് നമ്മൾ പോകുന്നത്. അസ്ലം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അവസാന നിമിഷം പത്രിക പിൻവലിക്കാനുള്ള അവസാന നിമിഷം എത്തുമ്പോഴും ചില വിമതർ മത്സരരംഗത്ത് തുടരുന്നു, ചിലരൊക്കെ പത്രിക പിൻവലിക്കുന്നു. ഇതൊരു ആശ്വാസകരം എത്രത്തോളമാണെന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ മറ്റ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസകരമാണ്? പ്രധാനമായും ഇപ്പോഴും വിമതരുടെ ഭീഷണി നിലനിൽക്കുന്ന ഡിവിഷനുകൾ, ഒപ്പം തന്നെ വാർഡുകൾ ഏതൊക്കെയാണ്? ഈ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ ഒക്കെ മുന്നറിയിപ്പൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതുകൂടി പരിശോധിക്കുമ്പോൾ എത്രത്തോളം ആശങ്ക ഈ മുന്നണികൾക്ക് അടക്കമുണ്ട്? ജീന, എല്ലാ വിമതരെയും പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഏതാനും വിമതരെ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞുള്ള ആശ്വാസം LDF-നും UDF-നും മലബാർ മേഖലയിലുണ്ട്. മലബാറിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ വയനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചായിരുന്നു കോൺഗ്രസിന് വലിയ തലവേദനയായത്. അത് ഇന്ന് അദ്ദേഹം പാർട്ടിയുടെ തീരുമാനം കൂടി പരിഗണിച്ചുകൊണ്ട് പാർട്ടിക്ക് പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറി. അതേസമയം വയനാട് അപ്പോഴും ഭീഷണി മാറുന്നില്ല. വയനാട് തന്നെ മീനങ്ങാടി ജില്ലാ പഞ്ചായത്തിലെ മീനങ്ങാടി ഡിവിഷനിൽ കേരള കോൺഗ്രസ് നേതാവായ ഒരാൾ ലിൻഡോ കുര്യാക്കോസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിമതരായി മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ ഇത്തവണ മത്സരിക്കുന്നത് പിന്നെ ഒരു ബ്ലോക്കിൽ കടിയാമ്പറ്റ ബ്ലോക്കിലാണ്. അവിടെ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിലാണ്. അവിടെ ഒരു പിന്നെ ബിനു ജേക്കബ് എന്ന് പറയുന്ന ഒരു ആള് കൂടി ഒരു UDF-ന്റെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി വിമതരായി മത്സരിക്കും. അതായത് ഒരെണ്ണം ഒഴിഞ്ഞെങ്കിൽ പോലും 2 തലവേദന വയനാട് വീണ്ടും UDF-നും കോൺഗ്രസിനും ഉണ്ടായിരിക്കുകയാണ്. കോഴിക്കോട് കണക്കെടുക്കുമ്പോൾ കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്കാണ് ഏറ്റവും തലവേദന. കോൺഗ്രസ് ഭരിക്കുന്ന ബ്ലോക്കാണ് കുന്നമംഗലം. അവിടെ കാരശ്ശേരി ഡിവിഷനിൽ 3 സ്ഥാനാർത്ഥികൾ, DCC മെമ്പർ അടക്കം 3 സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാൻ DCC കഴിഞ്ഞു. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിശാൽ എന്തായാലും മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുന്നു. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് മറ്റൊരു ഷിനോജ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മത്സരിക്കാൻ അദ്ദേഹം കൂടി എന്ത് ചെയ്യുന്നു, മത്സരിക്കുന്നുണ്ട്. പൂവാട്ടുപറമ്പ് ഡിവിഷനിലെ രമ്യ ഹരിദാസിന്റെ മാതാവ് രാധ ഹരിദാസ് മത്സരിക്കുന്ന മണ്ഡലത്തിലും വിമതയുണ്ട്. അനിത, അനീഷ് അവർ പിന്മാറാൻ തയ്യാറല്ല. എന്ന് മാത്രമല്ല ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് രമ്യ ഹരിദാസിന്റെ മാതാവ് അവിടെ സീറ്റ് വാങ്ങിയെന്നടക്കം ഗുരുതരമായ ആരോപണങ്ങൾ വെച്ച് അവരും നടക്കുന്നുണ്ട്. തിരുവമ്പാടിയിലെ വിമതനം പിന്മാറ്റാനും UDF-ന് ആയിട്ടില്ല.